ആള് കുറവാണ്. അള്ളാന്റെ സ്വർഗത്തിലും ആള് കുറവാണ്. അവിടെ കൂടുതലൊന്നുമില്ല. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ കച്ചവടം നടക്കുന്ന വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ നിന്നുകൊണ്ട് ഒരാൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണേ അല്ലാഹ്. ഇവിടെ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ നിന്നിട്ട് ഇയാൾ പടച്ചവനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണം, കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണം. അപ്പൊ ഇയാളുടെ ദുആ കണ്ടപ്പോ ഉമർ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം വെച്ച്, നീ എന്താ ഇങ്ങനെ ദുആ ചെയ്യണേ? അള്ളാഹുവെ ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെ പെടുത്തണേ എന്ന് നീ ദുആ ചെയ്യുന്നല്ലേ, എന്തേ അതിന്റെ കാരണം? അപ്പോഴാണ് മനുഷ്യൻ പറയുന്നത്, അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവര് കുറഞ്ഞവര് മാത്രമേ ഉള്ളൂ. കുറഞ്ഞ വിഭാഗം മാത്രമേ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂ. നന്ദിയുള്ളവർ കുറച്ചുപേരേ ഉള്ളൂ. ആ കൂട്ടത്തിൽ പെടണേന്ന് ഞാൻ ദുആ ചെയ്യുന്നത്. ഉമർതങ്ങളും പറഞ്ഞു വരെ അള്ളാഹുവിനോട്, അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ, എന്നെ നീ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ എല്ലാരെ കൊണ്ടും പറ്റൂല. അപ്പൊ അള്ളാഹു തെരഞ്ഞെടുത്തവരാ നമ്മൾ. ഈ ബറാഅത്തിന്റെ രാത്രിയിൽ അൽഹംദുലില്ലാഹ് നാളെ നമ്മുടെ അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ, ഈ ഒരു വർഷത്തെ ബഡ്ജറ്റ് അള്ളാഹു പ്രഖ്യാപിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ ഇത്തിരി നന്മകളൊക്കെ ചെയ്യണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഇരിക്കല്ലേ? ഒരു 12 മണി വരെ ഇരിക്കുമോ? ഇപ്പൊ 10:30 11:30 12 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഞാനും ഇരിക്കുന്നത് എനിക്കും വയ്യ. പിന്നെ ഈ ചങ്ങായിമാരുടെ സങ്കടം, ഒന്നാമത് സുഖമില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ഒരുപാട് പേര് സുഖമില്ല എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേര് ദുആ ചെയ്തവരുണ്ട്, നോമ്പ് പിടിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായി പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ? അങ്ങനെ അവസാനം വരെ ഉണ്ടാവുമോ? പകുതിയിൽ ഓടുമോ? അവസാനം വരെ ഉണ്ടാവുമല്ലോ. പറ്റത്തില്ല. ഉള്ള സമയങ്ങളിൽ ഇരുന്നു. അൽഹംദുലില്ലാഹ് അല്പനേരമാണ് ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ അത്രയും നേരം ഇരിക്കുക. അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകന്റെ ജീവിതം എടുത്തു പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാന്തനായിരിക്കുമായിരുന്നു. എവിടെങ്കിലും പോയി ഇങ്ങനെ ഏകാന്തനായി ഒറ്റയ്ക്കിരിക്കുന്ന വിധങ്ങൾ. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് 40 വയസ്സിന്റെ സമയം, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നബിതങ്ങൾ നമ്മൾ ഇന്ന് മക്കത്ത് പോകുമ്പോ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജബലിനൂറിന്റെ മുകളിലേക്ക് കയറി ചെല്ലും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന ആ ഗുഹയ്ക്കകത്തൊന്നു പോയി ബറക്കത്തിന് വേണ്ടി ഒന്നിരിക്കാൻ നബിതങ്ങൾ അവിടെ എങ്ങനെ ഇരുന്നിട്ട് കഅബാലയം ഇങ്ങനെ കാണാം, ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു നബിതങ്ങൾ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾക്ക് ഭക്ഷണവും ഒരുക്കി. ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഉംറയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതിന്റെ മുകളിൽ കയറാൻ വിളിക്കുമ്പോ ഞാൻ പറയും കയറിയിട്ടുണ്ടെന്ന്. വയ്യാന്ന്. കാരണം നമുക്ക് കയറാനൊരു മടി, നമുക്ക് വലിയ പ്രയാസം. ഇപ്പൊ മനോഹരമായ രീതിയിൽ റോഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കയറാൻ, നേരത്തെ കയറുമ്പോ കല്ലിനകത്തുകൂടെ ആ ചെറിയ സ്റ്റെപ്പുകളെ ചവിട്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മുകളിൽ കയറുന്നത്. നമ്മളപ്പോ ചിന്തിച്ചു നോക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് പരിശുദ്ധമായ കഅബയുടെ ഭാഗത്താണ്. ആ കഅബയുടെ ഭാഗത്ത് നിന്ന് 1500 കൊല്ലം മുമ്പ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണവും തയ്യാറാക്കിയിട്ട് ആ മലയുടെ മുകളിൽ കയറി ഇറങ്ങുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നബിതങ്ങൾ അവിടെ ഏകാന്തമായിരിക്കും. നുബുവത്തിന് ശേഷമുള്ള ജീവിതത്തിലാണെങ്കിലും പ്രവാചകൻ ഒറ്റയ്ക്ക് പോയി ഈന്തപ്പന തോട്ടങ്ങളിൽ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും ഒരുപാട് സമയം. അള്ളാഹുവുമായി ഒരു ബന്ധമല്ലാത്ത ഒരു മുനാജാത്ത്, ഏകാന്തനായി നബിതങ്ങൾ അങ്ങനെ ഇരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈന്തപ്പന തോട്ടത്തിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കാവൽക്കാരനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ ഏകാന്തമായിരിക്കുന്നത് കാരണം പ്രവാചകനെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾക്ക് കാവൽക്കാരനായി ആ തോട്ടത്തിന്റെ കാവൽക്കാരനായി വാതിലിന്റെ ഭാഗത്ത് സ്വഹാബി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. നബിതങ്ങൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിലിന്റെ പുറത്തൊരു ശബ്ദം കേൾക്കുകയാ. ആരോ വന്ന് അനുവാദം ചോദിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ചെന്നു. ആ വാതിലിന്റെ പുറത്ത് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നബിതങ്ങൾ അവിടുന്ന് ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു, ആ വാതിൽ തുറന്നിട്ട് വാതിലിന്റെ പുറത്തു നിൽക്കുന്ന
മനുഷ്യനോട് നീ പറയണം സ്വർഗത്തിലാണെന്ന്. ആ വാതിലിന്റെ പുറത്ത് ആരാണോ നിൽക്കുന്നത്, ആരാണെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് വാതിൽ തുറന്നിട്ട് പറയണം നിങ്ങൾ സ്വർഗത്തിലാ. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറയണേ എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് ചിന്തിക്കുന്നു, ആരാ പടച്ചവനെ ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയായ ഭാഗ്യവാനായ മനുഷ്യനാരാണ്? മഹാനായ സ്വഹാബി അവിടുന്ന് ഓടുകയാണ്, ഓടിച്ചെന്ന് വാതിൽ തുറക്കുകയാണ്. ആരാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് വാതിലിന്റെ പുറത്ത് നിൽക്കുന്നത്. സ്വഹാബി പറഞ്ഞു, അബൂബക്കർ തങ്ങളെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് സന്തോഷ വാർത്ത പറയുകയാണ്. അബൂബക്കർ തങ്ങളെ സന്തോഷത്തോടെ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഏകാന്തനായിരിക്കുന്ന നബിയുടെ ചാരത്ത് പോയിരുന്ന അവിടുന്ന് നസീഹത്തുകൾ കേൾക്കുകയാണ്, പ്രവാചകനുമായി സംസാരിക്കുകയാണ്. പടച്ചവനിയതാ കുറച്ചു കഴിഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ ഇറങ്ങി പോവുകയാണ്. പിന്നെയും നബി തങ്ങൾ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അതാ കുറച്ചു സമയം കഴിയുമ്പോൾ രണ്ടാമതും ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ വാതിൽ തുറന്നിട്ട് പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം സ്വർഗത്തിലാണെന്ന്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയുകയാണ്. സ്വഹാബി അവിടെന്ന് ചിന്തിക്കുന്നു, ആരാ ആ ഭാഗ്യവാനായ മനുഷ്യനാരാ? അവിടുന്ന് പടച്ചവനെ രണ്ടാമതും ഓടുകയാണ്. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ ആരാണ് വാതിലിന്റെ പുറത്തു നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളാണ് വെളിയിൽ നിൽക്കുന്നത്. സ്വഹാബി വാതിൽ തുറന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഉമർ തങ്ങളെ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉമർ തങ്ങളും സന്തോഷത്തോടെ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. ആ നബി തങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പടച്ചവനെ ഉമർ തങ്ങളും മടങ്ങി പോവുകയാണ്. അതാ മൂന്നാമതും കുറച്ചു സമയം കഴിയുമ്പോ വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാ. പടച്ചവനെ വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുമ്പോ മഹാനായ സ്വഹാബി നബി തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, ഇഫ്തഹ് അലാ ബൽബാ തഖൂലൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ചെന്ന് വാതിൽ തുറക്കണേ, ചെന്ന് വാതിൽ തുറക്കണേ. ആ വാതിൽ തുറന്നിട്ട് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് പറയണം സ്വർഗത്തിലാണെന്ന്. ആ മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. എന്നിട്ട് നബി തങ്ങൾ രണ്ടുപേരോടും പറയാത്ത ഒരു വാക്ക് പറയുകയാണ്. അബൂബക്കർ തങ്ങളോട് പറയാത്ത, ഉമർ തങ്ങളോട് പറയാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാക്ക് പറയുകയാണ്. ആ വാതിൽ തുറന്നിട്ട് പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് പറയണം സ്വർഗത്തിന്റെ അവകാശിയാ, സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറയണേ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയണം, ഇത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വരും, ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും, ഇത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, എന്നാലും നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറയണേ എന്ന് നബി തങ്ങൾ പറയുമ്പോ സ്വഹാബി എന്നിട്ട് വാതിൽ തുറക്കുന്നു. ആരാണെന്നറിയോ? ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന സ്വഹാബിയാരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളാണ് വാതിലിന്റെ പുറത്തു നിൽക്കുന്നത്. അവിടെ പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ നിങ്ങളുടെ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാ. ഇത്തിരി കഷ്ടപ്പാട്
ഒരുപാട് ദുരിതങ്ങളും ത്യാഗങ്ങളും നിങ്ങൾ സഹിക്കേണ്ടി വരും. എന്നാലും നിങ്ങൾ സ്വർഗത്തിലാണ്. ഉസ്മാൻ തങ്ങളുടെ നബി തങ്ങളുടെ ചാരത്ത് വന്നു. ഒരുപാട് സമയം കഴിഞ്ഞിറങ്ങിപ്പോയി. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? അബൂബക്കർ തങ്ങളോട് പറയാത്ത വാക്ക്, ഉമർ തങ്ങളോട് പറയാത്ത വാക്ക്, ഉസ്മാൻ തങ്ങൾ വന്നപ്പോ അല്ലാഹു പറയുക, നബി തങ്ങളെ പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? ആരാണ് സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ ആരാണെന്നറിയുമോ? ചെറുപ്പക്കാരാ, പഠിക്കണം പൊന്നുമോനെ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചാൽ കണ്ണ് നിറയുമടാ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യനെ കരയാതെ വായിച്ചു തീർക്കാൻ കഴിയാത്ത ചരിത്രമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. നമ്മൾ മദീനത്ത് ചെല്ലുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകട് കിടക്കുന്ന, ഭാര്യമാര് കിടക്കുന്ന, സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലൂടെ ഞാനും നിങ്ങളും ഇങ്ങനെ നടന്നു പോകുമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ ജന്നത്തുൽ ബഖിയുടെ മധ്യഭാഗത്ത് ഒരു അടയാളം വെച്ച ഒരു ഖബർ കാണാം, ഒരു ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ഖബർ കാണാം. അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കാണാം. ആ മനുഷ്യനോടെങ്ങാനും ഈ ഖബർ ആരുടേതാണെന്ന് ചോദിച്ചാ അവിടെ നിന്ന് പറഞ്ഞു തരുമായിരുന്നു സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറാ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണമടോ. കരഞ്ഞു പോകും ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങളുടെ മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുമ്പോ അറിയാതെ കരഞ്ഞു പോകും. ആ സഹാബികളുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഒരുപാട് നല്ല ഉപദേശങ്ങളുണ്ട്. അതുകൊണ്ട് ബറാഅത്തിന്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവേ, ഇന്ന് പുണ്യമായ രാത്രിയാണല്ലോ, ഇന്ന് മഹത്വമുള്ള രാത്രിയാണല്ലോ. പടച്ചവനെ, ശഅബാൻ 15ന്റെ രാത്രിയാണല്ലോ. 5 ദിവസങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ദുആഇക്ക് ഇജാബത്തുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ രാവാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ, നമുക്ക് ആ സ്വഹാബികളുടെ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നു പോകാം. സ്വഹാബിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആ സ്വഹാബിയുടെ ചരിത്രം പഠിക്കുമ്പോ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകത എടുത്തു നോക്കണോ. ആ പ്രത്യേകതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവേ, ആ സ്വഹാബിയുടെ ബർക്കത്ത് കൊണ്ട് ഈ ദുആഇ, ഈ മജ്ലിസിലെ ദുആഇക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്.